പ്ലാനിങ്ങോട് കൂടിയേ പിടിക്കാൻ കഴിയുള്ളൂ. അപ്പൊ വഴി പോകുന്നവരൊക്കെ കടിക്കുന്നുണ്ടായിരുന്നു നമുക്ക് കോള് തന്നെ അങ്ങോട്ട് പോകണ്ട്. ഗൈസ് എല്ലാവർക്കും സുഖല്ലേ? അപ്പോൾ ഇന്നിപ്പോ നമ്മളൊരു പുതിയൊരു വീഡിയോ ആയിട്ടാണല്ലോ വന്നത്. അപ്പോൾ സംഭവം എന്താ വെച്ചാൽ ഇന്നിപ്പോ ഒരു കോള് വന്ന്. അപ്പോൾ കോള് വന്നെന്താ വെച്ചാൽ ഒരു തെരുവനായി വഴി പോകുന്നവരൊക്കെ കടിക്കുന്നുണ്ടായിരുന്നു നമുക്ക് കോള് തന്നെ. അപ്പോൾ തെരുവനായി എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ പേ കളിക്കാനൊക്കെ ആളുകൾ കടിക്കാറുണ്ട്, ചിലപ്പോൾ അതിന് ഈ വട്ടെന്നൊക്കെ അറിയില്ലേ അങ്ങനെ കടിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ പേ കളിക്കാനാണെന്നുണ്ടെങ്കിൽ പിടിക്കാൻ കുറച്ച് റിസ്ക്കാണ്. അപ്പോൾ നമുക്കൊന്ന് പോയി നോക്കല്ലേ. അപ്പോൾ അങ്ങനെ വീഡിയോ ഒക്കെ എടുക്കല്ലേ. നമ്മുടെ ചാനലിൽ പിന്നെ സാധാരണ ട്രാവൽ വ്ളോഗുകളാണല്ലോ ഇടാറ്. ഇങ്ങനെ ഈ അടിയന്തര ഘട്ടങ്ങളിലൊക്കെ നമ്മൾ ഈ റെസ്ക്യൂ പ്രവർത്തനങ്ങൾക്ക് ഇറങ്ങാറുണ്ട് കേട്ടോ. അപ്പൊ ഇന്ന് ഞാൻ ദിനേശിന്റെ കൂടെയാണ് പോകുന്നത്. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ ഇറങ്ങാതിരിക്കണം മോശമല്ലേ. അങ്ങനെ നമുക്ക് വിളിച്ച കടലുണ്ടി ലൊക്കേഷനിൽ എത്തിയിട്ട് അപ്പോൾ നമ്മളിവിടെ എത്തിയ സമയത്ത് ആളിവിടെ കൂളായി കിടക്കുന്നുണ്ട്. അപ്പൊ ഇതിന് കാഴ്ചയിലൊരു രോഗലക്ഷണമോ പേയോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ. അപ്പൊ എന്തുകൊണ്ടാണ് ആളുകൾ കടിക്കണം എന്നുള്ള ഒരു ഐഡിയയും കിട്ടുന്നില്ല. അപ്പൊ ഏതായാലും ഇതിനെ പിടിക്കാനും വേണ്ടി ദിനേശ് അവിടെ നെറ്റൊക്കെ എടുത്ത് അങ്ങനെ സൈഡിൽ കൂടെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓളെ പിടിക്കണം എന്നുണ്ടെങ്കിൽ പ്ലാനിങ്ങോട് കൂടിയേ പിടിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ടാസ്ക് വന്ന് ഓരോ സ്ഥലത്ത് നിൽക്കാനും വേണ്ടി ഞാൻ എന്നത് ഈ പറമ്പൊക്കെ ചാടുക എന്നുള്ളതിൽ ഇവിടെ തന്നെ കേട്ടോ. അതാകുമ്പോൾ എനിക്ക് വീഡിയോ എടുക്കുകയും ചെയ്യാലോ. അപ്പൊ അങ്ങനെ ഞാനിവിടെ നിന്നു. ദിനേശ് സൈഡിൽ കൂടെ വല്ല പതുങ്ങി വരുന്നുണ്ട് കേട്ടോ. ഇങ്ങോട്ട് കേട്ടോ. നീച്ച് അങ്ങോട്ട് പോകണ്ട്. യെസ് തല പുറത്ത് കേട്ടോ. അപ്പൊ വിചാരിച്ച മാരല്ല കേട്ടോ, ആള് കുറച്ച് അഗ്രസീവ് ആണ്, ചാടാനൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോ ഇവള് എന്തിനാണ് ആളുകൾ കടിക്കുന്നത് എന്നുള്ള കാരണം ചോദിച്ചപ്പോ ഇവിടുത്തെ നാട്ടുകാര് പറഞ്ഞത് ആരോ ഇതിനെ ഉപദ്രവിച്ചിരുന്നു. അപ്പൊ നല്ലോണം നൊന്നിട്ടുണ്ടാവും, അതുകൊണ്ടാണ് ആളുകൾ കടിച്ചത്. സാധാരണ ഇങ്ങനൊക്കെ സ്ഥിതി വേറെ നാടുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിനെ തല്ലി കൊല്ലാറാണ്. പക്ഷെ ഇവിടുത്തെ നാട്ടുകാരെന്തോ അവ രക്ഷിക്കാനാണ് നോക്കിയത്. ഞങ്ങളെ വിളിച്ചാണ് ഇതിനൊന്ന് കൊണ്ടുപോയാൽ മതി, അല്ലെങ്കിൽ ആളുകൾ കൊല്ലുന്നുള്ള അങ്ങനെയാണ് ഞങ്ങളോട് പറഞ്ഞത്. അങ്ങനെയാണ് ഇതിനെ പിടിച്ച് കൊണ്ടുപോകുന്നത് കേട്ടോ. അതാകുമ്പോൾ നമുക്ക് ഷെൽട്ടർക്ക് കൊണ്ടുപോയാലും അവിടെ സുരക്ഷിതമായിരിക്കും. അപ്പൊ അവളെ കുഞ്ഞുങ്ങൾ ഇവിടെ 3 ഉണ്ട് കേട്ടോ അവിടെ സൈഡില്. അപ്പൊ ഈ പപ്പീസിനെ തൊടുമെന്നുള്ള പേടിക്കായിരിക്കും അവള് ആളുകളൊക്കെ ഇവിടുന്ന് ഇങ്ങനെ തുരത്തുന്ന കേട്ടോ. അപ്പൊ ഈ പപ്പീസിനെ നമുക്ക് ബോക്സൊക്കെ ആക്കണം കേട്ടോ. 3 പപ്പീസാണുള്ളത്. അപ്പൊ 3നും ബോക്സൊക്കെ ആക്കണം കേട്ടോ ഇവിടെ. കുട്ടികളുണ്ടായോണ്ട് അപ്പൊ പപ്പീസിനെയും അമ്മനെയും കൊണ്ടുപോകുന്നത് തൃശ്ശൂരുള്ള ഷെൽട്ടർക്കാണ് കേട്ടോ. അപ്പൊ ഞാൻ പിന്നെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി ദിനേശിന്റെ ഒപ്പം കൂടിയതാണ്. അപ്പൊ ഇവിടൊക്കെ പോകുമ്പോ നല്ല കാഴ്ചകളൊക്കെ കാണാനുണ്ട് കേട്ടോ. നമ്മൾ നേരെ പോയത് ഹോസ്പിറ്റലിലേക്കാണ് കേട്ടോ. കാരണം വണ്ടിയിൽ വേറൊരു പപ്പിയും കൂടി ഉണ്ടായിരുന്നു, അതിന് ട്രെയിൻ തട്ടിയതായിരുന്നു. അപ്പോൾ ട്രെയിൻ തട്ടിയാണ്ട് അതിനും കൂടി ഇവിടെ ട്രീറ്റ് ചെയ്തിട്ട് രണ്ടിനും കൂടി ഒപ്പം കൊണ്ടുപോകാന്നുള്ളതിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇതിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ആകെ പരിതാപകരമാണ്. കാരണം തൊടന്റെ എല്ലും പിന്നെ കാലൊക്കെ അറ്റ രീതിയിലായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഷെൽട്ടറിൽ എത്തി കേട്ടോ. അപ്പോൾ ഷെൽട്ടറിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് വണ്ടി കയറാണ്ട് ചെല്ലാൻ പറ്റൂല, കാരണം ഇവിടെ എന്ന് പറഞ്ഞാൽ ഫുള്ള് പപ്പീസ് കൊണ്ട് നിറഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ ഇതിന്റെ ഉള്ളിലത്തെ കാഴ്ച ഒന്ന് കണ്ടു നോക്കി. അപ്പോൾ ഫുള്ള് കൂട്ടിലാണ്, കുറച്ച് പുറത്തുള്ളൂ. സാധാരണ പുറത്താണ് എല്ലാത്തിനും കാണാറ്. ഒരു 300ഓളം പപ്പീസ് ഉണ്ടാവും ഇതിൻ്റെ ഉള്ളിൽ. ഓരോ അസുഖങ്ങൾ വന്നും ട്രെയിൻ തട്ടിയതും കണക്കായിട്ട് ഇതൊക്കെ അങ്ങനെ സുഖമായി റെഡി ആയതൊക്കെയാണ് പുറത്ത് കാണുന്നത്. അങ്ങനെ നമ്മൾ കൊണ്ടുവന്ന ആളെ 2 ആളെ ഉള്ളിൽ കൊണ്ടുപോകാണ് കേട്ടോ. അപ്പോൾ നമ്മളെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.